യെസ്. പ്രിയമുള്ളവരെ, വചനജ്വാല 1120 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. യൂറോപ്പ് തീർത്ഥാടനം 9ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ബ്രസീൽ സിറ്റി ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പാരീസിലാണ് ഇന്നത്തെ താമസം. ഇന്നത്തെ വചന വായനയിൽ 2 മക്കബായരുടെ പുസ്തകം 8ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവരിൽ ഭീരുക്കളും ദൈവത്തിന്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ലാത്തവരുമായവർ പലായനം ചെയ്തു. മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ചിരുന്ന വസ്തുവകകൾ വിറ്റു. യുദ്ധത്തിനു മുമ്പ് തന്നെ തങ്ങളെ വിറ്റുകഴിഞ്ഞ അധർമ്മിയായ നിക്കനോറിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു. മക്കേബിയൂസ് 6000-ഓളം വരുന്ന തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ശത്രുക്കളെ ഭയപ്പെടുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതീയരുടെ സൈന്യബാഹുല്യം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതീയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്ദിതമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യത്തിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവം തങ്ങളുടെ പൂർവികരെ തുണച്ച സന്ദർഭങ്ങളെയും യൂദാസ് പരാമർശിച്ചു. സെന്നാകെരീബിന്റെ കാലത്ത് ശത്രുക്കളിൽ 1,87,000 പേർ കൊല്ലപ്പെട്ടു. ബാബിലോണിൽ വെച്ച് ഗലാത്യരുമായുണ്ടായ യുദ്ധത്തിൽ മക്കദോനിയരുടെ 4000 പേരുൾപ്പെടെ 8000 പേരടങ്ങുന്ന യഹൂദ സൈന്യം അണിനിരന്നു. മക്കദോനിയർക്കെതിരെ ആക്രമണം ശക്തമായപ്പോൾ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച സഹായത്താൽ അവർ 1,20,000 പേരെ വധിച്ചു. ധാരാളം കൊള്ള മുതൽ കരസ്ഥമാക്കി. യൂദാസിന്റെ വാക്കുകൾ സൈന്യത്തിന് ധൈര്യം പകർന്നു. തങ്ങളുടെ നിയമത്തിനും രാജ്യത്തിനും വേണ്ടി മരിക്കാൻ അവർ സന്നദ്ധരായി. അവൻ സൈന്യത്തെ 4 ഗണമായി തിരിച്ചു. 6500 പേർ അടങ്ങുന്ന ഓരോ ഗണത്തിന്റെ ചുമതല തന്റെ സഹോദരന്മാരായ ശിമയോൻ, ജോസഫ്, ജോനാഥൻ എന്നിവരെ ഏൽപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലയാസറിനെയും നിയമിച്ചു. സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാള വാക്കും നൽകി. അതിനുശേഷം അവൻ തന്നെ ആദ്യ ഗണത്തെ നയിച്ചുകൊണ്ട് നിക്കോനോറിനോട് പൊരുതി. സർവശക്തന്റെ സഹായത്തോടെ അവർ ശത്രുക്കളിൽ 9,000-ലധികം പേരെ കൊന്നൊടുക്കി. നിക്കോനോറിന്റെ പടയാളികളിൽ ഒട്ടേറെ പേരെ മുറിവേൽപ്പിക്കുകയും അംഗഭംഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൻ ശത്രുക്കളെ തുരത്തി. തങ്ങളെ അടിമകളായി വാങ്ങാൻ വന്നവരുടെ പണം അവർ പിടിച്ചെടുത്തു. ശത്രുക്കളെ കുറെ ദൂരം പിന്തുടർന്നതിന് ശേഷം നേരം വൈകിയതിനാൽ അവർ മടങ്ങിപ്പോന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കാരുണ്യമാതാവ് അഥവാ വീണ്ടെടുപ്പ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ പീറ്റർ നൊളാസ്ക സമാരംഭിച്ച സന്യാസ സഭയാണ് ഈ തിരുനാൾ
ആദ്യമായി കൊണ്ടാടിയത്. വിശുദ്ധ പീറ്റർ 22-ാം വയസ്സിൽ കന്യകാത്വം നേരുകയും കുടുംബസ്വത്തിൽ തന്റെ ഓഹരി അടിമകളുടെ മോചനത്തിനായി ഒരു സഭ കൂടി സ്ഥാപിക്കാൻ ഉപയോഗിച്ചു. അടിമകളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ട സംഖ്യ ധർമ്മമായി പിരിക്കുകയും ചിലർ സ്വയം അടിമയായിക്കൊണ്ട് അടിമകളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. കാരുണ്യമാതാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചതിനാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത്. 3-ാം ഇന്നസെന്റ് മാർപ്പാപ്പ സാർവത്രിക സഭയിൽ ആഘോഷിക്കാൻ അനുമതി നൽകി. പീറ്റർ സ്കൊട്നൊളാസ്കയും അനുചരന്മാരും പുരോഹിതരായിരുന്നില്ലെങ്കിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിച്ചിരുന്നു. വീണ്ടെടുപ്പ് മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.